ഫുള്ളി ബിൽഡ് ചെയ്തൊരു മോഡലാണ്. ഫുള്ള് ലോവർ ചെയ്ത് എയർ സസ്പെൻഷൻ ബാബ്സിൻ്റെ ഇസൂസു ഡിമാക്സിനൊക്കെ എടുക്കുന്നത്. ബാബ്സി ബിൽഡ് ചെയ്ത ബ്രൈറ്റ് കളേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ബാക്ക് പ്രൊഫൈൽ വരുന്നത്. നമ്മളെ വണ്ടി എവിടെ? നമ്മൾ സിയാദ് വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്ത് വരാം. നമ്മുടെ ഹോട്ട് വീൽസും കാണാം, പോർഷയുടെ ഹോട്ട് വീൽസ്. സോ ഗായ്സ്, ഇപ്പം ഞാനെന്നുള്ളത് കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജാണ്. സോ ഇവിടെ വരാനുള്ള കാരണം നിങ്ങൾ തമ്മിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇന്നിവിടെ ഓട്ടോ ഷോ നടക്കുകയാണ്. സോ നമ്മുടെ ടീം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എത്ര എക്സ്പ്ലോർ ചെയ്തിട്ട് വരികയാണ്, എത്ര വാഹനങ്ങളുണ്ട്, എത്ര കാർസ് അവിടെ മോഡ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കിയിട്ടാം. എല്ലാവർക്കും നമ്മൾ പുതിയ വിളിക്ക് ഹൃദ്യമായ സ്വാഗതം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അവിടെ ഏതൊക്കെ കാർസ്, ഏതൊക്കെ മോഡ്സ് അവിടെ ചെയ്തിട്ടുള്ളത്. സോ എനിവേ, എല്ലാവർക്കും നമ്മൾ പുതിയ വിളിക്ക് ഹൃദ്യമായ സ്വാഗതം. സെലീക്ക എന്ന് പറഞ്ഞ മോഡലാണത്. കാരണം ഫുള്ളി ബിൽഡ് ചെയ്തൊരു മോഡൽ ആണ്. അതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത് ഫുള്ളി ലോവർ ചെയ്തിട്ടോ. ഫുള്ളി ലോവർ ആയിട്ടുള്ളൊരു മോഡലും കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം ID ഓണറിൻ്റെ പെട്രോൾ ഹെഡ് എന്നുള്ള ഒഫീഷ്യൽ. സോ ഈ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഷെയിൻ്റെ വണ്ടിയാണ്. W124 ഇന്ത്യസ് ഫസ്റ്റ് ബാഗഡ് മോഡലും കൂടിയാണ് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്യാൻ പ്ലാൻ ഇട്ടതായിരുന്നു. പിന്നെ കുറച്ച് തിരക്കിൽ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ ഇതാണ് ഓവറോൾ ബാക്ക് പ്രൊഫൈൽ. സോ ഇതാണ് ഷെയിൻ്റെ ID വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നത് കൂടുതലും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു BMW 5 Series ആണ്, 520D. അതും കിറ്റ് കയറ്റിയാണ്, M5ൻ്റെ കിറ്റ് കയറ്റിയൊരു മോഡലും കൂടിയാണ്. ഫുള്ള് റെഡ് കളർ കാരണം ഒരു ബ്രൈറ്റ് കളേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ടൈലാംസ് ഒക്കെ മാറ്റി പുതിയൊരു ടൈലാംസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇവിടുന്ന് കാണാൻ പറ്റും. ഫോർജ് കാർബണോട് ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. അലോയ് വീലും കണ്ടോ, ഭയങ്കര ഒരു പ്രത്യേകതരം സ്പോർട്ടി ഫീലിംഗ് ഇതിൽ അലോയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാൽപിക്കേഴ്സ് ഒക്കെ നോക്ക്. നെക്സ്റ്റ് വരുന്നതും ഒരു മെഴ്സിഡീസ് ബെൻസ് വരുന്നത് C-Class കൂപ്പേ. ഇതൊരു 2 ഡോർ കേട്ടോ, 2 ഡോർ കാറാണ്. നിസാൻ 350Z പറഞ്ഞ മോഡലാണത്. ഇത് Volkswagen Virtus. ഇത് ഫുള്ളി ബിൽഡ് ചെയ്തൊരു മോഡലാണ്. ഫുള്ള് ലോവർ ചെയ്ത് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാഗഡ് വണ്ടിയാണ്. മിറേഴ്സ് കാണാൻ സാധിക്കും. ഇതിലൊക്കെ ഓരോ കളേഴ്സാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഓരോ വണ്ടിയുടെ ഓരോ കളേഴ്സും ഇത്ര എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സോ നെക്സ്റ്റ് വരുന്നത് C-Class ആണ്. ഇത് ഇന്ത്യസ് ഫസ്റ്റ് ബാഗഡ് C-Class ആണ്. ഇത് പെയിൻറ്റിൻ്റെ റാപ്പല്ല, അത് പെയിൻറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. നമ്മൾ ഫിറോസ് ഖാൻ്റെ വണ്ടിയാണ്. അതിൻ്റെ സൈഡ് കാണാൻ സാധിക്കും. ഫുള്ള് ലോവർ ആയിട്ടാണ് കിടക്കുന്നത്. കണ്ട് ഇൻറ്റീരിയറൊക്കെ സ്റ്റിയറിംഗ് വീലൊക്കെ AMGയുടെ സ്റ്റിയറിംഗ് വീൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബാബ്സിൻ്റെ ഇസൂസു ഡിമാക്സിനൊക്കെ എടുക്കുന്നത്. കണ്ട് ബാബ്സി ബിൽഡ് ചെയ്ത ഒരു മോഡൽ കണ്ടോ, ഫുള്ളി ബിൽഡ് ചെയ്ത മോഡലാണ് ഈ കിട്ടുന്നത്. അത് ബാബ്സിൻ്റെ സ്റ്റാലിയൻ ട്രക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റാലിയൻ്റെ മോൺസ്റ്റർ ട്രക്ക് ഫുള്ളി ബിൽഡ് ചെയ്ത മോഡലാണ്. ഇതിനൊക്കെ ടയേഴ്സിനെ കണ്ടാൽ ശ്രദ്ധിക്കും. അത്യാവശ്യം വലിയൊരു ടയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബാബ്സ് ഈ ഒരു ട്രക്ക് ഇതിൻ്റെ ബാല വെച്ചിട്ട് പോകുന്നത് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ബാബ്സ് ഓട്ടോമോട്ടീവ് കണ്ടോ, ബാബ്സ് മോട്ടോർ സ്പോർട്സ് എന്നൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ട്രിക്കൻ യൂണിറ്റ്. പിന്നെ എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു അക്കോർഡാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മോഡൽ. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻനെസ് സ്പെക്കിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഓൾട്രേഷൻ ചെയ്തിട്ടുള്ളതും. ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ സ്പെക്കിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇതാണ് ഇതിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റേഡി വരുന്നത്. ഈ മാനിയാക് കിഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റേഡിയാണ് ഇതിൽ കൊടുത്തത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിൽ കയറി കാണാം, അപ്പോൾ എനിക്ക് മനസ്സിലാവും. സോ ഇതിൽ യൂസ് ചെയ്ത വീൽസ് കണ്ടോ, ലോ പ്രൊഫൈൽ ടയേഴ്സും കൂടി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഫുള്ളി എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം എക്സോസ്റ്റ് ടിപ്പും ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഒരു നെക്സ്റ്റ് വരുന്നത് ഒരു വിൻറ്റേജ് കാറാണ്. സോ ഇതിൻ്റെ പേര് കാരണം എനിക്ക് അറിയില്ല, അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഫുള്ളി ബിൽഡ് ചെയ്തൊരു മോഡൽ. കാരണം ഹെഡ്ലൈറ്റൊക്കെ മാറ്റി പുതിയൊരു ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിൻറ്റേജ് മോഡലാണ്. നമ്മളെ സിയാദിനെ കിട്ടിയിട്ടുണ്ട്. ഹബീബി എപ്പോ എത്തി? പ്രവാസിയാണ്. നമ്മളെ വണ്ടി എവിടെ? നമ്മളെ സിയാദ് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്ത് വരാം. ഓക്കെ, പോയിട്ട് വാ. സോ നെക്സ്റ്റ് വരുന്നത് ടൊയോട്ട ഫോർച്യൂണർ ആണ്. എനിക്ക് തോന്നുന്നു കിറ്റ് കയറ്റിയത് തോന്നുന്നു ലെജൻഡറിൻ്റെ ആണ്, ഫുള്ളി ബിൽഡ് ചെയ്ത്. ഇത് റാപ്പാണ് തോന്നുന്നു പെയിൻറ്റ് ജോബ് കണ്ടിട്ട്. സോ ഇതാണ് കണ്ടോ, ടയേഴ്സൊക്കെ ഫുള്ളൊരു ബിൽഡ് ചെയ്ത ടയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എക്സ്ട്രീമി ഓഫ് റോഡ് സ്പെക്കിലാണ് ഈ ഒരു വാഹനം ഓൾട്രേറ്റ് ചെയ്തിട്ടുള്ളത്. തോന്നുന്നു ലെജൻഡറിൻ്റെ കിറ്റ് കയറ്റിയത് തോന്നുന്നു. ആരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സുസുക്കി സ്വിഫ്റ്റ്. ഇതും അത്യാവശ്യം ലോഡ് റേറ്റ് മോഡലും കൂടിയാണ്. കണ്ടോ, അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സ്വിഫ്റ്റിൻ്റെ കിറ്റാണ്. സ്പോർട്സ് കിറ്റ് വരുന്നത് എല്ലാവരും ചെയ്തിട്ടായാലും അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് ചെയ്യുന്നത്. ഒരു ക്ലീൻ സ്പെക്കിലാണ് കൂടുതലും ഈ ഒരു മോഡൽസൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടു ഈ ഒരു കിറ്റൊക്കെ. സോ ഇനി അടുത്ത നമുക്ക് വരുന്നത് നമ്മുടെ അജിംഷ് ഖാൻ്റെ പോർഷയാണ്. അജിംഷ് ഖാൻ എല്ലാവരും അറിയുണ്ടാവും. അവർ ഇൻസ്റ്റേഡി ജസ്റ്റ് കാണിച്ചു തരാം. അജിംഷ് ഖാൻ്റെ ഇൻസ്റ്റേഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എറണാകുളമുള്ള ഫ്രണ്ടാണ്. നമ്മൾ ഒരുപാട് ഓട്ടോ ഷോസിൽ കണ്ടിട്ടുണ്ടാവും അജിംഷ് ഖാൻ്റെ വണ്ടി ഫുള്ളി ബിൽഡ് ചെയ്താ. സോ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡോഡ്ജാണ്. നമ്മൾ അനസ് ഖാൻ്റെ സുഹൈൽ ഖാൻ അനസ് കൂടി ഇറക്കിയ വണ്ടിയാണ്. പ്രൊജക്ട് ഡെഡ് ബുൾ എന്ന് പറയുന്ന രീതിയിൽ. കാരണം ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പച്ച കളറും ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് റാപ്പ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണിത്, ഫുള്ളി പെയിൻ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്വന്തം ഔഡി R8 കേട്ടോ, N1 കൺസെപ്റ്റിൻ്റെ വണ്ടിയാണ്. N1 എയർ മാപ്പ് ചെയ്യണത് ബാഗ് ചെയ്യുന്ന ടീമിൻ്റെ കാറാണത്. ശരിക്കും ഒരു സ്പോർട്സ് കാർ ലുക്കിലാണത് എടുക്കണം. ഇവിടെ R8 ബാഡ്ജിങ് കാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഔഡി R8. ഞാൻ ഫുൾ ഓവറോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. Air1 ഫുൾ ബാഗ്ഡ് ചെയ്ത് വണ്ടിക്കുന്നു. സോ ഇതാണ് ഇതിന് ഓവറോൾ ലുക്ക് വരുന്നത്. ഔഡി R8 ഗൈസ് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു സ്പോർട്സ് കാർ ലുക്ക് കേട്ടോ, സീനി. സോ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് അവിടെ 2 സിവിക്ക് എടുക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ വണ്ടിയാണ്, ഓറഞ്ച് സിവിക്ക് നമ്മുടെതാണ്. നമ്മളെ ഡെഡ് ബുൾ വണ്ടി അനസിൻ്റെ. സോ ഇനി നെക്സ്റ്റ് ഇത് നമ്മുടെ വണ്ടിയാണ്, നമ്മുടെ സിവിക്ക്. നേരത്തെ ചെയ്യാതുണ്ടല്ലോ അവൻ്റെ സിവിക്കാണിത്, ഞങ്ങളുടെ ഗാങ്ങിലുള്ള ഒരു സിവിക്കാണിത്. ഫുള്ളി ബിൽഡാട്ടോ, കാരണം ഫുള്ളി ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത വണ്ടിയാണ്. എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. പിന്നെ അടുത്തും നമുക്കൊരു സിവിക്ക് കാണാൻ സാധിക്കും. ഇതും അത്യാവശ്യം ഫുള്ളി ലോഡ് ചെയ്ത സിവിക്കാണ്. സോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ലാൻസർ കാണാൻ സാധിക്കും. ഇതൊരു JDM സ്പെക്കിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്, ഒരു റേസിംഗ് കാർ രീതിയിൽ, അതായത് ഒരു റാലി സ്പെക്ക് രീതിയിലാണ് ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ട ഓരോ ബാഡ്ജിങ്ങും മാർബോൾ പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളെ അഖിലിൻ്റെ വണ്ടിയാണ്, അഖിലിൻ്റെ സെഡിയ. നേരത്തെ ചെയ്യാതുമില്ല അവൻ്റെ ഗാങ്ങിലുള്ള അടുത്ത വണ്ടിയാണ് സെഡിയ വരുന്നത്. ഇത് റാപ്പാട്ടോ, നമ്മൾ റീസെൻ്റ്ലി റാപ്പ് ചെയ്താണ്. K2 കാർസാണ് നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് അഖിലിൻ്റെ വണ്ടി. സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഹോണ്ട സിറ്റിയാണ്. ക്യാമ്പർ ഗാങ്, അതാണ് നമ്മളുടെ ഗാങ്ങിൽ വരുന്നൊരു വണ്ടിയും കൂടിയാണ്. ക്യാമ്പർ ഗാങ്ങിൽ വരുന്ന ഒരു സിറ്റിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇത് വർക്ക് എടുത്തിട്ടുള്ളത്. ക്ലീൻ സ്പെക്കിലാണ് ഇതും വർക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ 3 വണ്ടിയും ഓറഞ്ച് കളർ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്തത് കേട്ടോ. അവിടെ ഒരു സിവിക്ക് സെഡിയ, അത് നമ്മളെ ക്യാമ്പിംഗ് കാറിൻ്റെ സിറ്റും
ഈ ഒരു കളറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഫുള്ളി നമ്മളൊരു ഐഡൻറ്റിറ്റി രീതിയിലാണ് മൂന്നും ഈ ഒരു കളറിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാണ് MES എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു വ്യൂ വരുന്നത്. കാരണം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു കോളേജാണ് എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത്. സോ നമ്മുടെ വണ്ടി ശരിക്കും ഇതിൽ മിസ്സാവുന്നുണ്ട്, നമ്മളെ ക്രസ്റ്റ. സോ ഇനി വർക്കിലാണ്. വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഓട്ടോഷോയിൽ നമ്മളെ വണ്ടി ഇറക്കുന്നതാണ്. സോ ഇവിടെ നമുക്കൊരു സുസുക്കിയുടെ വാഹനം കാണാൻ സാധിക്കും. സോ ഇത് ഇന്ത്യാസ് വേൾഡ് ഫസ്റ്റ് സുസുക്കിയുടെ EV കാറാണ് ഈ ഒരു വിറ്റാര വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരും ഈ ഒരു വിറ്റാറിനെ കുറിച്ചിട്ടുള്ളത്. സോ ഇനി ഇവിടെ നമുക്കൊരു RC കാറിൻ്റെ ഒരു കോമ്പറ്റീഷനും കൂടി വരുന്നുണ്ട്. കണ്ടോ, RC കാർ കുറച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ അവർക്കുള്ള ട്രാക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. RC കാറിൽ വേണ്ട ട്രാക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ കുറച്ച് മിനിയേച്ചർ കാർസ് കാണാം. ഇത് സെയിലാ? BMW M3. ഇത് എത്ര സ്കെയിൽ മോഡൽ എത്ര വരുന്നത്? ഇത് 2 സംതിങ് വരുന്നത്. നിങ്ങൾ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ട്രിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്. 24 സ്കെയില്. നമ്മുടെ ഹോട്ട് വീൽസും കാണാം, പോർഷയുടെ ഹോട്ട് വീൽസ്. ഇത് എത്ര ദിവസം ഉണ്ട് ഈ പ്രോഗ്രാം? 3 days പ്രോഗ്രാമിലെ. ഇത് കോളേജ് മൊത്തമാണോ അതേ ഡിപ്പാർട്ട്മെന്റ് നടത്തണോ? MES മൊത്തം. ഓക്കെ. സോ ഇവിടെ എന്താണ് പരിപാടി ഇതിൽ വരുന്നത്? RCയുടെ റേസിംഗ് ആണോ? റേസിംഗ് ട്രാക്കാണ് അവിടെ വരുന്നത്. റേസിംഗ് ട്രാക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ ഒരു സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട്, Type 2 സ്വിഫ്റ്റ്. ഇവിടെ ഫുള്ള് ലോവർ ചെയ്തിട്ട് ഒരു ക്ലീൻ സ്പെക്കിലാണ് ഒരു സ്വിഫ്റ്റ് വന്നിട്ടുള്ളത്. എൻ്റെ അലോയ് വീലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ട ഒരു ക്ലീൻ അലോയ് വീലാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നത്. സോ ഇതിൻ്റെ അപ്പുറത്തും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അവിടെ ബൈക്ക് സ്റ്റെൻഡിങ്ങും കാര്യങ്ങളും അവിടെ നടക്കുന്നത്. സോ അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ആംബിയൻസ് ഉള്ള കോളേജ് കേട്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാനും MES പഠിക്കുന്നത്. സോ എഞ്ചിനീയറിങ്ങിലല്ല, ഞാൻ ആർട്സ് ആൻഡ് സയൻസ് BCom സ്റ്റുഡൻ്റാണ് ഞാൻ. സോ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ കാരണമാണ് ഞാൻ അപ്പോൾ അവിടെ വ്ളോഗ് ചെയ്യാനുള്ള കാരണം. ശരിക്കും നമ്മൾക്ക് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ക്രസ്റ്റ് എനിക്ക് ശരിക്കും മിസ്സാവുന്നുണ്ട്. സോ നെക്സ്റ്റ് ഓട്ടോഷോയിൽ നമ്മൾ ക്രസ്റ്റ് എന്തായാലും നമ്മൾ ഫുൾ ബിൽഡ് ചെയ്ത് ഇറക്കുന്നതായിരിക്കും. ഫുൾ സ്വിച്ച് എക്സോസ്റ്റും എല്ലാ A to Z വർക്ക് നമ്മൾ ഇറക്കുന്നതായിരിക്കും. സോ ഇവിടെ കുറച്ച് മോഡൽ കാണാൻ സാധിക്കും. ഇവിടെയും എന്തൊക്കെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞ ബൈക്ക് റേസിങ്ങിൻ്റെയാണ് ഇവിടെ ബോർഡ് വെച്ചെന്ന് പറഞ്ഞായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു നാളെ തോന്നുന്നു ഈ ഒരു ബൈക്ക് സ്റ്റെൻഡിങ് ഷോ. കുറച്ച് ഇവിടുത്തെ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ മോഡലാണ് തോന്നുന്നു ഈ ഒരു കാർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്കൊരു വില്ലീസ് ജീപ്പ് കാണാം. കണ്ടോ, വില്ലീസ് ജീപ്പ്. തറവാടി നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു വില്ലീസ് ജീപ്പിനെ കണ്ടോ. സോ ഇതാണ് ഈ ഒരു കോളേജിൻ്റെ വ്യൂ വരുന്നത്. ശരിക്കും നല്ലൊരു ആംബിയൻസുള്ളൊരു കോളേജ് കേട്ടോ. ശരിക്കും അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട്. സോ നമുക്കൊന്ന് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഫുൾ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഓൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 360 ക്യാമറ, ഫോഗ് ലാംപ്സ്, പാർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ പ്രൊജക്റ്റിൽ LED ലാംപ്സ് എന്നതിൽ വന്നിട്ടുള്ളത്. അതാണ് ഓരോ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇൻറ്റീരിയറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ശരിക്കും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇൻറ്റീരിയറാണ് ഈ ഒരു വിറ്റാരൊക്കെ വന്നുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഡാഷ്ബോർഡ്, അതുപോലെ സെൻട്രൽ കൺസോൾ വ്യൂ, 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഡീറ്റെയിൽഡ് സംസാരിക്കാം ഇതിനെ കുറിച്ചിട്ടുള്ള. ഗിയർ റൂം സെലക്ഷൻ ഇവിടെ തോന്നുന്നു. ഡ്രൈവ് മോഡ്, ഇത് ഡ്രൈവ് മോഡ്സ് തോന്നുന്നു, അതായത് സ്നോ, മഡ്, ആ ഡ്രൈവ് മോഡ്സ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്. സോ സൺറൂഫ് വരുന്നത് കേട്ടോ, സിംഗിൾ പാൻ സൺറൂഫാണ് വരുന്നത്. ഫുള്ളി ബ്ലാക്ക് പ്ലസ് കോഫി ബ്രൗൺ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കളർ തീം വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ.
സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലോ ബ്രോ. സീറ്റ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ്, ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സ്ലൈഡിങ് ഓപ്ഷൻസ് ഉണ്ടല്ലേ? ഓപ്ഷൻസ് ഉണ്ട്, റിക്ലൈനിങ് ആണ്. നമുക്ക് എത്ര വേരിയന്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുള്ളൂ, കാരണം ലോഞ്ച് ആയിട്ട് അധികം ആയിട്ടില്ല. ഓക്കെ ഓക്കെ. സോ ഇതാണ് ഓവർ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ കണക്റ്റഡ് ടൈപ്പ് ടൈലാംസ് ആണ് വന്നിട്ടുള്ളത്. ഈ വിറ്റുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലല്ലേ വന്നിട്ടുള്ളത്. സോ എനിവേ താങ്ക് യു ബ്രോ, താങ്ക് യു. എന്തായിരുന്നു പേര്? ആഷി. ഓക്കെ. സോ ഇതാണ് ഓവറോൾ ഈ വിറ്റാർ. ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിനെ കുറിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെയും RC ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പോൺസർഡ് ബൈ ഐഗാരേജ്. ഐഗാരേജ് നമ്മളെ കുറ്റിപ്പുറത്തുള്ള കമറിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവരാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ട്രാക്ക്. കാരണം ഐഗാരേജ് മീൻസ് കണ്ടോ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഫുള്ളി RC കാർ, അതുപോലെ ഹോട്ട് വീൽസ്, ഡൈകാസ്റ്റ് സ്റ്റേ ചെയ്യുന്ന ടീംസാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഐഫോണിൻ്റെ സെയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറ്റി ഫുള്ളൊരു ടോയ്സ് രീതിയിലായിപ്പോൾ ഫുള്ള് ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. കറക്റ്റ് അറിയില്ല. സോ ബാക്ക് ടു ഫ്രണ്ട് വ്യൂ. നമുക്കിവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ. ഇവിടെ അമാന ടോയ്റ്റിൻ്റെ സ്റ്റോൾ വരുന്നുണ്ട്, ഇവിടെ കുറച്ച് സ്റ്റോൾ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റോൾസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു സെന്ന് കിടക്കുന്നുണ്ട്, ഫുള്ളി ബിൽഡ് ചെയ്ത സെന്ന്. റാബസ് എന്ന് പറഞ്ഞ മോട്ടോറിങ് ടീംസ് അതിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് കണ്ടോ. അലോയ് വീൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്റ്റിയറിംഗ് വീൽ ശ്രദ്ധിച്ചോ, പിന്നെ റൂഫ് ബോക്സും പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ടോൺ ആണ് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൈറ്റ് വരുന്നുണ്ട് ഓണറിൻ്റെ. സോ നമുക്ക് ഫുള്ള് ബിൽഡ് ചെയ്ത പജോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗായ്സ്, അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഈ ഒരു ഓട്ടോ ഷോ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്തൊരു ഷോ ആണ് ഈ ഒരു ഓട്ടോ ഷോ. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ MES എഞ്ചിനീയറിംഗ് കോളേജിലെ ഓട്ടോ ഷോ ശരിക്കും എൻജോയ്മെൻറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ട്. സോ എനിവേ നിങ്ങൾക്ക് ഏത് വെഹിക്കിളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏത് മോഡ് ചെയ്ത വെഹിക്കിൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ എല്ലാവരും അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ എനിവേ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.